ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നൊരു സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, അതിൻ്റെ ചവർപ്പ് മാറാനായിട്ട്. എന്നിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവും. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. കപ്പയും തേങ്ങയും പഞ്ചസാരയും പാലും കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരല്പം എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷനിലാണ് കേട്ടോ, എൻ്റെ ഉള്ളതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, അതേപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് നന്നായിട്ട് ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് തികച്ചും ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് ചേർക്കാൻ പോകുന്നത്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ഇതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടും പിന്നെ ഇവിടെ കുഞ്ഞിന് ഇഷ്ടമായിട്ടും ചേർക്കുന്നതേ ഉള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർക്കണമെന്നില്ല, പിന്നെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും, അതേപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും. അതിനുവേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ ബൗളുകളിലോ അങ്ങനെ നമ്മുടെ സൗകര്യം അനുസരിച്ച് എവിടെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ വിട്ടു പോരാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല, പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മാവ് വീതം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ബാറ്റർ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രം 2 പ്രാവശ്യം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ ബാറ്റർ ആ പാത്രത്തിലേക്കൊന്ന് ലെവലായിക്കോട്ടെ. ഞാൻ സെൻറ്ററിലായിട്ടൊരു ചെറി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി ചെറിയ 2 പ്ലേറ്റ്സിൽ കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തോന്ന് തോന്നുന്നു. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചെറിയ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കേക്കിനൊക്കെ ചെയ്ത് നോക്കില്ലേ, അതേപോലെ എൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക. ആ ഒരു കമ്പി ക്ലീനായിട്ട് വന്നാൽ നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതേ കമ്പി നന്നായിട്ട് ക്ലീനായിട്ടാണ് കിട്ടിയത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും, അതിനുള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. ഇത് സ്മൂത്തായിട്ട് ഇളകി വരുന്നുണ്ട്, കാരണം നമ്മൾ നെയ്യ് തടവിയിട്ടായിരുന്നല്ലോ മാവ് ഒഴിച്ചു കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി പോന്നോളും. ഇതേ കണ്ടില്ലേ, സൈഡ്സൊക്കെ പെട്ടെന്ന് വിട്ട് വന്നോളും. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പതിയെ പ്ലേറ്റിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുള്ളതുകൊണ്ടും നമ്മൾ ആ നെയ്യ് തടവി കൊടുത്തിട്ടുള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ വിട്ട് പോരുന്നുണ്ട്. ഇതാണ് അടിഭാഗം. ടൂട്ടി ഫ്രൂട്ടിയും യെല്ലോ ഒക്കെ ഇട്ടുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് പ്ലേറ്റിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കപ്പ കൊണ്ടുള്ള കിണ്ണത്തപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കപ്പ കൊണ്ട് ചെയ്തിട്ടുള്ളത് ടേസ്റ്റിന് ഒട്ടും കുറവില്ല, വളരെ നല്ല എക്സ്ട്രാ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും പാലിൻ്റെയും നെയ്യുടെയും ഒക്കെ നല്ലൊരു മണവും ടേസ്റ്റും ഇതിനുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പ്ലീസ്. സോ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്